നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും നമുക്ക് ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നമുക്ക് നോക്കാം. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ്, 1-2 ദിവസത്തെ വീഡിയോസ് വളരെ ശ്രദ്ധിക്കുക. കാരണം നിഫ്റ്റിയിലും മേജർ സപ്പോർട്ട് ലെവലിന്റെ താഴെയാണ് നിഫ്റ്റിയിലെ ഓരോ ദിവസത്തെ ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 22,400 എന്ന് പറയുന്ന 400-500 എന്ന് പറയുന്ന സപ്പോർട്ട് റേഞ്ചിന്റെ താഴത്തേക്ക് തന്നെ നിലനിർത്തിയപ്പോൾ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. അത് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ലെവൽ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 22,200 ആണ്. 22,200 താഴത്തേക്ക് നിഫ്റ്റി ക്ലോസിംഗ് ലെവൽ നിലനിർത്തിയിരിക്കുകയാണ്. പക്ഷെ നിഫ്റ്റി ബൗൺസ് ചെയ്തേക്കാം, കാരണം സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് കിട്ടിയേക്കാം. ഇൻട്രാഡേയിൽ മാനേജ് ചെയ്ത റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമെന്നാണ് നമ്മളത് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസമായാലും നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട്, നമ്മൾ ഈ ഒരു ലെവലിൽ നമ്മളൊരു സപ്പോർട്ട് നൽകിയിരുന്നത് 22,155 നിഫ്റ്റി ശ്രദ്ധിക്ക്. 22,155 മുകളിലേക്കാണ് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് സെന്റിമെന്റിൽ നിലനിർത്തിയിരുന്നത്. എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാർക്കറ്റ് ഒരു വീക്ക്നെസ് ആയാലും ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് തിങ്ക് ചെയ്യരുത്. കാരണം ബൈക്കാണ് തുടക്കത്തിൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അതിനുശേഷം 22,200 റെസിസ്റ്റൻസ്. 200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. അതിനുശേഷമായാലും വീണ്ടും 150 താഴത്തേക്ക് നിലനിർന്നപ്പോൾ വീണ്ടും സെൽ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ നിഫ്റ്റിയിലായാലും അവസാനത്തെ ഒരു സെക്ഷനിൽ ബൗൺസ് ചെയ്ത് ശ്രദ്ധിക്കുക. എവിടുന്നാണ് ശ്രദ്ധിക്കുക? 22,075. നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട്, ഒരു വർക്കിംഗ് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും നൽകുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് മാർക്കറ്റിൽ മൊമെന്റം ഉണ്ടാക്കാൻ, അതായത് മാർക്കറ്റിൽ ഒരു ബൗൺസ് നടത്താനായിട്ട് സാധ്യമായിട്ടൊരു സപ്പോർട്ട് ലെവലുകൾ മാത്രമാണ് നമ്മൾ നൽകുന്നത്. അപ്പൊ 22,075 അടുത്തുനിന്ന് ഒരു ബൗൺസ് നടത്തിയതിനു ശേഷം 22,155 മുകളിലേക്കും ക്ലോസ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. ഇവിടെ ക്ലോസിംഗ് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതല്ല ക്ലോസിംഗ് വരുന്നത്. ക്ലോസിംഗ് ആക്ച്വലി വീക്ക്നെസ് ആണ് ക്ലോസിംഗ് വരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റീനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നത് ശ്രദ്ധിക്കുക. നിഫ്റ്റിയിലൊക്കെ സംഭവിച്ചു നോക്കുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിലാണെങ്കിൽ ആ ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു ബൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ 22,103 റെസിസ്റ്റൻസ്. 103ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാർക്കറ്റ് ഒരു ബൈലാണ്. മാർക്കറ്റ് ഒരു വീക്ക്നെസ് ട്രെൻഡ് ആയാലും ഇൻട്രാഡേയിൽ ആ ഒരു ബൈ സെന്റിമെന്റിൽ കിട്ടും. മാർക്കറ്റിൽ ഒരു ബൗൺസ് കിട്ടും. അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരെയാണ് ആ ഒരു മൊമെന്റം മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത. 22,166 ആ ഒരു തൊട്ടടുത്ത് തന്നെയായിരുന്നു പിന്നെ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. നമ്മൾ തൊട്ടടുത്ത റെസിസ്റ്റൻസുകൾ നൽകുമ്പോൾ നമ്മളത് സൂചിപ്പിച്ചിരുന്നത് എപ്പോഴും ക്വിക്കായിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഏറ്റവും സേഫ് എന്ന്. അപ്പോൾ അതിനനുസരിച്ച് എപ്പോഴും മാനേജ് ചെയ്യുക. നമ്മളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ തൊട്ടടുത്ത് നൽകുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് മാർക്കറ്റിൽ നടത്തേണ്ടത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ ഈ ഒരു ട്രെൻഡ് എന്താണ്, ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. നിഫ്റ്റി ആയാലും ബൗൺസ് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ ദിവസമായാലും ബൗൺസ് ചെയ്തിരിക്കുന്നത് സപ്പോർട്ടിൽ നിന്നാണ്. ഇപ്പൊ സപ്പോർട്ട് ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ ലോറി തൊട്ട് താഴെയാണ് സപ്പോർട്ട് വരുന്നത്. 22,075 സപ്പോർട്ടാണ്. 22,075 ഇമ്പോർട്ടന്റ് സപ്പോർട്ടാണ്. വന്നതിന് ശേഷം വീണ്ടും ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ സെന്റിമെന്റിലാണ്. എപ്പോഴും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഇതേ രീതിയിലാണ് മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ നിഫ്റ്റിയിലും മാനേജ് ചെയ്യുമ്പോൾ ഇപ്പൊ 22,200 റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസിന്റെ മുകളിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 22,200 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ബൈർ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ തൊട്ടടുത്ത റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഒരു ജസ്റ്റ് ഒരു 60 പോയിന്റ് ഡിഫറൻസിൽ റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. 22,260. അതിന്റെ മുകളിൽ 22,330 റെസിസ്റ്റൻസ് വരുന്നത്. ഓപ്പൺ ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ മുകളിലാണോ എന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത വരുന്നത്. തൊട്ട് താഴെ സപ്പോർട്ട് 22,075 ഈ ഒരു സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 22,075 ഹോൾഡ് ചെയ്തുകൊണ്ട് 22,100 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 22,100 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നത്. 22,075 ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്ലാഷ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് കിട്ടും. 22,025 സപ്പോർട്ടാണ്. 22,025 ബ്രേക്ക് ചെയ്ത 21,945 സപ്പോർട്ട്. പിന്നെ 800ന്റെ അടുത്താണ് 850ന്റെ അടുത്താണ് സപ്പോർട്ട് വരുന്നത്. സ്ട്രോങ് സപ്പോർട്ടാണ് 800ന്റെ അടുത്ത് വരുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു താഴത്തേക്ക് വന്നതിന് ശേഷം വീണ്ടും ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ഒരു ബൈ സെന്റിമെന്റിലാണ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു, സപ്പോർട്ടിലാണ് 22,025 സപ്പോർട്ടിലാണെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ സാധ്യത. ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 22,075 അടുത്ത റെസിസ്റ്റൻസ് ആണ്. അതിനുശേഷം ഈ ഒരു റേഞ്ച് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് ട്രേഡിങ്ങിന്റെ ഡിസിഷൻ എടുക്കുക. ഇപ്പൊ നിഫ്റ്റിയുടെ അതിൽ ഇത്രയും സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട് ഒരു ട്രെൻഡിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞ ദിവസം ഒരു വർക്കിംഗ് നോക്കുക. 47,400 ഇമ്പോർട്ടന്റ് സപ്പോർട്ടാണ്. ഇത് മാനേജ് ചെയ്യേണ്ടത് പറഞ്ഞത്. ഇതിന്റെ താഴത്തേക്ക് വന്നാലും തിരിച്ച് ഇതിന്റെ മുകളിലേക്ക് മൂവ് ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി. കഴിഞ്ഞ ദിവസത്തെ ഒരു ട്രേഡിംഗ് പ്ലാൻ നൽകിയത് ശ്രദ്ധിക്കാം. 47,400 അങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്. 47,400 ഹോൾഡ് ചെയ്തിട്ടാണ് ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. അതിനുശേഷമായാലും ബാങ്ക് നിഫ്റ്റി അവസാനത്തെ ഒരു സെക്ഷനിൽ ഒരു ബൗൺസ് നടത്തിയായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലും വരുന്ന ദിവസങ്ങൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല്. 47,400 തന്നെ വരുന്ന ദിവസം ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓപ്പൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ സപ്പോർട്ടിന് താഴെ ക്ലോസ് ചെയ്താൽ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊട്ട് താഴെ സപ്പോർട്ട് ഉണ്ട്, 47,320 സപ്പോർട്ടാണ്. 320 ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. അല്ലെങ്കിൽ ഇതിന്റെ താഴെ കുറച്ചും കൂടി വീക്ക്നെസ് ആണ്, 47,150 വരെ വരാനായിട്ടൊരു സാധ്യതയുണ്ട്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ടിന് താഴെ ഓപ്പൺ ചെയ്ത് ചെറിയൊരു ടൈം ഫ്രെയിമിലെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലാണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസ് ഉണ്ട്. 47,700 അടുത്ത് വരെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ 710 മുകളിൽ നിലനിൽക്കുമ്പോൾ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇതിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഈ ഒരു ലെവലിലൊക്കെ ആണെങ്കിലും ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ചെറിയ ടൈം ഫ്രെയിമിലോ വലിയ ടൈം ഫ്രെയിമിലോ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. അതിനുശേഷം ഈ 47,400 47,710 ഈ ഒരു റേഞ്ചിൽ നിന്ന് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ റേഞ്ചിലേക്ക് ഫോളോ ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയും കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് എക്സാക്ട് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഫിൻ നിഫ്റ്റി നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഇൻട്രാഡേയിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റിലാണ്. എന്നിരുന്നാലും ട്രെൻഡ് ഒരു പോസിറ്റീവിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോ ഫിൻ നിഫ്റ്റിയിലും റെസിസ്റ്റൻസ് ഹയർ ലെവലിൽ റെസിസ്റ്റൻസ് 21,140 റെസിസ്റ്റൻസ് ആണ്. 140 വിട്ടാൽ 21,200 റെസിസ്റ്റൻസ് ആണ്. 21,140 21,200 സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലാണ്. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 21,140 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 21,030 ആണ് സപ്പോർട്ട്. 21,030 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. പക്ഷേ ഈ ഒരു ലെവലിലായാലും ഒരു റേഞ്ച് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 21,000 21,030. അപ്പോൾ 21,000 ഹോൾഡ് ചെയ്തുകൊണ്ട് 21,030 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈർ ഓപ്പർച്യൂണിറ്റി ആണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ 21,000 ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടും. 21,950 അടുത്ത സപ്പോർട്ട്, അതും ബ്രേക്ക് ചെയ്താൽ ശ്രദ്ധിക്കണം. 20,800 850 സ്ട്രോങ് ആയിട്ടുള്ള, അതായത് 800 താഴത്തേക്ക് വന്നതിന് ശേഷം 850 മുകളിലേക്കൊക്കെ സസ്റ്റെയിൻ ചെയ്താൽ ബൈറെ ഒരു സെന്റിമെന്റ് ആണ്. സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ 850 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യും. ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഫിനിറ്റി ലോവർ ലെവലിൽ 20,800 അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുകളാണ്. അപ്പോൾ നിഫ്റ്റി ഫിൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റുള്ള ട്രെൻഡിൽ നിലനിൽക്കുക. മാർക്കറ്റിലെ വലിയ ആയിട്ട് നമുക്ക് ഒരു ദിവസം വീഡിയോസിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയർ കമ്പനികൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.